അങ്ങേക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും ഭയമുണ്ടോ? ഭയം എന്നത് ആ തരത്തിലില്ല. പക്ഷേ പൊതുവിൽ ഞാൻ പാർട്ടിക്ക് കീഴ്പ്പെട്ടു പോകുന്ന ഒരാളാണ്. പാർട്ടി ആഗ്രഹിക്കുന്ന പൊതുവായ നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ അണുകിട വ്യത്യാസം വരരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ ഭയന്ന് ഞാൻ ജീവിക്കുകയാണ്. അങ്ങനെയൊരു ഭയമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് തരത്തിലുള്ള ഭയം എന്നെ അധികം ബാധിക്കാറില്ല. ജീവിതത്തിലെ എന്തിൻ്റെയെങ്കിലും പേരിൽ അങ്ങ് പശ്ചാത്തപിച്ചിട്ടുണ്ടോ? പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുള്ളൊരു ഘട്ടം പറഞ്ഞാൽ, എൻ്റെ ഒരു കോളേജ് പഠനകാലത്ത് ഒരു സുഹൃത്തുണ്ടായിരുന്നു. നല്ല അടുത്ത സുഹൃത്താണ്. അപ്പോൾ ആ വിദ്വാൻ നല്ല വലിയ കാശുള്ള ആളാണ്. സായിപ്പിൻ്റെ മകനായിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാശ് ധാരാളമുണ്ട്. അന്ന് ഈ ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്ന് 100 നോട്ടുകൾ എടുക്കുന്നൊരു വിദ്വാനാണ്. അങ്ങനെ കാശുണ്ടാകുന്ന ഒരു വിദ്വാൻ. പക്ഷെ എന്നെ വലിയ കാര്യമായിരുന്നു. ഞാൻ വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു. മദ്യപാനത്തിലേക്ക് നീങ്ങി പുള്ളി. അപ്പം ഞാനന്ന് ഒരു വിദ്യാർത്ഥി പ്രവർത്തകനൊക്കെ ആയിട്ട് മാറിയിട്ടുള്ള കാലമാണ്. അപ്പം ഞാൻ പറഞ്ഞു, അത് ശരിയല്ലേ, ഇത് മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് വല്ലാതെ പരിധി വിട്ട് പ്രയോഗിക്കുന്നവരെ വന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ ബന്ധം അങ്ങ് വിച്ഛേദിച്ചു. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ആ ബന്ധം വിച്ഛേദിച്ചത് അയാളെ കൂടുതൽ നാശത്തിലേക്ക് എത്തിച്ചു. അയാൾ വല്ലാതെ തകർന്നുപോയി. തകർന്നൊരു പൂർണ്ണമായ മദ്യപാനിയായി റോഡ് വക്കിലൊക്കെ ഇരിക്കുന്ന സൈസായിട്ട് മാറിയിരുന്നു. അപ്പോൾ അത് പിന്നെ എന്നെ ഒരു കുറ്റബോധത്തിലേക്ക് നയിച്ചിരുന്നു. അത് അന്ന് ഞാൻ അങ്ങനെ വിട്ടിരുന്നില്ലെങ്കിൽ ഞാനുമായിട്ടുള്ള അടുപ്പം തുറന്നിരുന്നുവെങ്കിൽ അയാൾ മദ്യപിക്കുമായിരുന്നു. പക്ഷേ ഇതുപോലൊരു മദ്യപാനിയായിട്ട് മാറില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.